കർക്കിടകമാവായതുകൊണ്ട് ഓഫീസൊക്കെ അവധിയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പണിയെല്ലാം ഒരുക്കി ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാമെന്ന് കരുതി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണേ. കഴിഞ്ഞ നവംബറിൽ എനിക്കൊരു ന്യൂമോണിയ വന്നതായിരുന്നു. അത് എന്നെ വല്ലാതെ അങ്ങ് ബാധിച്ചു. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു 5-6 മാസം മരുന്നൊക്കെ കഴിച്ചു. എങ്കിലും ആ രോഗം എന്നെ പൂർണ്ണമായിട്ടങ്ങ് മാറിയില്ല, എന്നെ വിട്ടു പോയില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാവർക്കും ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു എൻ്റെ ചുമ കാരണം. അപ്പോൾ തീരെ രക്ഷയില്ലാണ്ടായപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ കാണിക്കാം, ഇനി ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റൂലെന്ന്. പിന്നെ ന്യൂമോണിയ വരുന്നതിന് മുമ്പേ ശരിക്കും പറയാച്ചാൽ ഞാൻ ഐസ്ക്രീമിന് അഡിക്റ്റഡ് ആയിരുന്നു. ഈ ന്യൂമോണിയ വന്നതിന് ശേഷം ഞാൻ ഐസ്ക്രീം കണ്ട കാലം മറന്നു. അത് കണ്ടാൽ പോലും ഞാൻ ആശ മനസ്സിൽ വെച്ച് കഴിക്കത്തില്ല, എനിക്ക് പേടി. ചുമച്ച് ഞാനൊരു പരുവായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല, ഇത് വേറെ എന്തെങ്കിലും ആയി വരും, അതുകൊണ്ട് നമുക്കൊന്നുകൂടി ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാം, ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്യാം, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മരുന്ന് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും പാളയത്തുള്ള ജൂബിലി ഹോസ്പിറ്റലിലോട്ടാണ് വന്നത്. അവിടെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. മെഡിക്കൽ കോളേജിൽ കാണിച്ചു. അതിനുശേഷം ഇവിടെ ജൂബിലി ഹോസ്പിറ്റലിൽ വന്നിട്ട് അഡ്മിറ്റായത്. അങ്ങനെ വീണ്ടും ഇവിടെ വന്ന് ഹോസ്പിറ്റലൊക്കെ കാണിച്ചു. അപ്പോൾ ഡോക്ടറെ അടുത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിങ്ങനെ ഒരുങ്ങി ചമഞ്ഞ് ഒക്കെ പോയത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, ഡോക്ടർ എന്നെ കണ്ടപാടെ ചോദിച്ചു ആരാണ് പേഷ്യൻ്റെന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോട്ടൊക്കെ ഇട്ട് നേരെ വന്നത് ചാലയിലോട്ടാണ്. ചാലയിൽ നിന്ന് ഇച്ചിരി പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ശരിക്കും വെച്ചാൽ ചാലയിൽ വൈകുന്നേരം വരാമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. കാരണം ഹോസ്പിറ്റലിൽ ഇറങ്ങുമ്പോൾ ലേറ്റ് ആവും, അപ്പോൾ വൈകിട്ട് വരാമെന്ന്. പക്ഷേ ഹോസ്പിറ്റലിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കാരണം നമുക്ക് അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി. നമ്മൾ ചാലയിൽ വന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് അസ്രക്കിസ്രൊക്കെ സാധനങ്ങൾ വാങ്ങിക്കേണ്ടിയിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ എന്താ പറയുക, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അങ്ങനെ അവിടെ വന്നു. രാമേന്ദ്രൻ എന്നുള്ള കടയിൽ കയറി ഇച്ചിരി ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ദാണ്ട് റോഡ് സൈഡിൽ ഒരുപാട് ചെരുപ്പ്, ഏതെടുത്താലും 49 രൂപ. അങ്ങനെ പിള്ളേർക്ക് 2 ചെരുപ്പും വാങ്ങിച്ചു. വീട്ടിൽ വന്നു, പിള്ളേർക്ക് ചെരുപ്പൊക്കെ കൊടുത്തു. അവരിട്ട് നോക്കുന്നുണ്ട് കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത്. കാരണം അവരെ കൂട്ടാതെയാണല്ലോ പോയത്. അപ്പോൾ വരുമ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഇറങ്ങിപ്പോയതല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ കുമ്പ നിറയെ ചോറ് കഴിച്ച്. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.